ഗിന്നസിൽ മുത്തമിട്ട് ദിവ്യ ഉണ്ണിയും സംഘവും. ഗിന്നസ് റെക്കോർഡിന്റെ പേരിൽ നടന്നത് വൻ പണപ്പിരിവ്. സംഘാടനത്തിലെ പിഴവിനെതിരെ രൂക്ഷ വിമർശനം. ദിവ്യ ഉണ്ണിയും സംഘവും ഗിന്നസിൽ മുത്തമിട്ട പരിപാടിയുടെ പിന്നാമ്പുറത്ത് നടന്നത് വൻ പണപ്പിരിവ്. പരിപാടിയുടെ ശോഭ കെടുത്തുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഉമാ തോമസിന് പരിക്ക് പറ്റിയ നൃത്ത പരിപാടിയുടെ സംഘാടനത്തിലെ പിഴവിന് പുറമെ ഗിന്നസ് റെക്കോർഡിന്റെ പേരിൽ നടന്ന പണപ്പിരിവ് കൂടിയാണ് പുറത്തുവരുന്നത്. 12,000 നർത്തകരിൽ നിന്നായി 3 കോടിയോളം രൂപയാണ് സംഘാടകരായ മൃദംഗവിഷൻ പിരിച്ചെടുത്തത്. എല്ലാവർക്കും ഗിന്നസ് സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു ഇതെല്ലാം. മൃദംഗവിഷൻ എന്ന സ്ഥാപനത്തിനെതിരെ കൂടുതൽ ആരോപണമാണ് ഇതോടെ ഉയരുന്നത്. ഉമാ തോമസിനുണ്ടായ അപകടത്തിന് പിന്നാലെയാണ് പണപ്പിരിവ് നടത്തിയെന്ന വെളിപ്പെടുത്തലുമായി കൂടുതൽ പേർ രംഗത്തെത്തിയത്. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുള്ള നൃത്തപരിപാടിയുടെ സംഘാടകരാണ് മൃദംഗവിഷൻ. വയനാട് മേപ്പാടിയിലാണ് മൃദംഗവിഷന്റെ പ്രധാന ഓഫീസ് ഉള്ളത്. അരപ്പറ്റ സ്വദേശിയായ നിഘോഷ് 2 വർഷത്തോളമായി ജ്യോതിസ് കോംപ്ലക്സിൽ മൃദംഗവിഷൻ ഓഫീസ് നടത്തുന്നുണ്ട്. ചെറിയൊരു ഓഫീസ് മുറി മാത്രമാണ് മേപ്പാടിയിലുള്ളത്. പ്രീമിയം ആർട്ട് മാഗസിൻ ഇൻ മലയാളം എന്ന ടാഗ്ലൈനോടെയാണ് മൃദംഗവിഷന്റെ ബോർഡ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. വളരെ അപൂർവമായിട്ടാണ് ഈ ഓഫീസ് തുറക്കാറുള്ളൂവെന്നാണ് കെട്ടിട ഉടമ അടക്കമുള്ളവർ പറയുന്നത്. കൃത്യമായ ക്രമീകരണം ഒരുക്കാതെയാണ് പരിപാടി നടത്തിയെന്ന ആരോപണമാണ് പ്രധാനമായും ഉയരുന്നത്. നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ 12,000 നർത്തകർ പങ്കെടുത്ത ഭരതനാട്യം അവതരണമാണ് കലൂരിൽ നടന്നത്. ഗിന്നസ് ലോക റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് പങ്കെടുക്കുന്ന എല്ലാവർക്കും കിട്ടുമെന്നാണ് സംഘാടകർ അറിയിച്ചിരുന്നതെന്നാണ് പങ്കെടുത്തവർ പ്രതികരിച്ചത്. ലോക റെക്കോർഡെന്ന സംഘാടകരായ മൃദംഗവശന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചാണ് വിദേശത്ത് നിന്നടക്കം നർത്തകരെത്തിയത്. പങ്കെടുക്കാനെത്തിയ ഓരോരുത്തരിൽ നിന്നും പണപ്പിരിവ് നടത്തി. 2,000 മുതൽ 6,000 വരെയാണ് ഓരോരുത്തരും മുടക്കിയത്. രജിസ്ട്രേഷൻ ഫീസായി 3,500 രൂപയും വസ്ത്രത്തിന് 1,600 രൂപയും നൽകിയെന്ന നർത്തകി ആരോപിക്കുന്നു. പട്ടുസാരി നൽകുമെന്നാണ് പറഞ്ഞതെങ്കിലും കിട്ടിയത് സാധാരണ കോട്ടൺ സാരിയാണ്. ഭക്ഷണം, താമസം, മേക്കപ്പ് എല്ലാം സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്താണ് ചെയ്തത്. ഇതിലേക്ക് കൂടുതൽ നർത്തകരെ പങ്കെടുപ്പിക്കുമെന്ന നൃത്താധ്യാപകർക്ക് ഗോൾഡ് കോയിൻ വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും ഇവർ ആരോപിക്കുന്നു. നൃത്താധ്യാപകർ കുട്ടികളെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ എത്തിച്ചത് ഇങ്ങനെയാണെന്നും അവർ പറഞ്ഞു. 1 മാസത്തോളം നീണ്ട പരിശീലനത്തിനൊടുവിലാണ് പരിപാടിയിൽ നർത്തകർ പങ്കെടുത്തത്. ഉമാ തോമസ് MLAക്ക് അപകടമുണ്ടായ സംഭവത്തിൽ ഇവന്റ് മാനേജറെ പോലീസ് കസ്റ്റഡിയിലുമെടുത്തു. ഓസ്കാർ ഇവന്റ് മാനേജർ കൃഷ്ണകുമാറിനെയാണ് പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നൃത്തപരിപാടി നടത്തിയതിന് സംഘാടകർക്കെതിരെയും പാലാരിവട്ടം പോലീസ് കേസെടുത്തു. സ്റ്റേജ് നിർമ്മാണ കരാറുകാർക്കെതിരെയും FIR രജിസ്റ്റർ ചെയ്തു. 12 അടി ഉയരത്തിലാണ് ഗാലറി ക്രമീകരിച്ചത്. 55 അടി നീളമുള്ള സ്റ്റേജിൽ 8 അടി വീതിയിലാണ് കസേരകളിടാൻ സ്ഥലമൊരുക്കിയത്. ദുർബലമായ ക്യൂ ബാരിയേഴ്സ് ഉപയോഗിച്ചായിരുന്നു മുകളിൽ കൈവരി ഒരുക്കിയത്. ഇതിനിടെ സ്റ്റേജ് നിർമ്മിച്ചത് അനുമതിയില്ലാതെയാണെന്നാണ് വെളിപ്പെടുത്തൽ. വിളക്ക് കൊളുത്താൻ മാത്രമാണ് സ്റ്റേജ് എന്നാണ് സംഘാടകർ പറഞ്ഞത്. പരിപാടി നടത്താൻ മാത്രമാണ് സ്റ്റേഡിയം തുറന്നുകൊടുത്തതെന്നും GCDA എഞ്ചിനീയർമാർ പറഞ്ഞു. 5 മിനിറ്റ് ചടങ്ങിന് വേണ്ടിയാണ് ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത്. ബാരിക്കേഡ് ഉണ്ടായിരുന്നില്ല. അതാണ് അപകട കാരണം. സ്റ്റേഡിയത്തിൽ സുരക്ഷാ പ്രശ്നങ്ങളില്ല. ഉത്തരവാദിത്തം സംഘാടകർക്കാണ്. എല്ലാ മുൻകരുതലും എടുക്കണമെന്ന് രേഖാമൂലം കരാർ ഉണ്ടാക്കിയിരുന്നുവെന്നും GCDA ചെയർമാൻ K ചന്ദ്രൻപിള്ള പറഞ്ഞു. ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് മന്ത്രി P രാജീവ് അറിയിച്ചു. ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നുണ്ട്. CT സ്കാനിംഗ് നടത്തിയ ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. പ്രത്യേക മെഡിക്കൽ സംഘം ഉമാ തോമസിനെ നിരീക്ഷിക്കുന്നുണ്ട്. അതിനിടെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ 11,600 പേർ ചേർന്ന് അവതരിപ്പിച്ച ഭരതനാട്യം ലോക റെക്കോർഡ് സ്വന്തമാക്കി. മൃദംഗനാഥം സംഘടിപ്പിച്ച പരിപാടിക്ക് ഗിന്നസ് അധികൃതർ റെക്കോർഡ് സർട്ടിഫിക്കറ്റ് കൈമാറി. ചലച്ചിത്ര താരങ്ങളായ ദേവിചന്ദ്ര, ഉത്തര ഉണ്ണി, വിദ്യ ഉണ്ണി, ഋതുമന്ത്ര, പാരീസ് ലക്ഷ്മി തുടങ്ങിയവർ നൃത്തത്തിൽ പങ്കെടുത്തു. മൃദംഗനാഥം എന്ന പേരിൽ കഴിഞ്ഞ ദിവസം നടന്ന ഭരതനാട്യം കൊറിയോഗ്രാഫി ചെയ്തതും നൃത്തത്തിന് ലീഡ് ചെയ്തതും താരം തന്നെയായിരുന്നു. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ദീപാങ്കുരൻ സംഗീതം നൽകി പിന്നണി ഗായകൻ അനൂപ് ശങ്കർ ആലപിച്ച ഗാനത്തിന് അനുസൃതമായാണ് ഭരതനാട്യം അവതരിപ്പിച്ചത്. 10,176 നർത്തകരുടെ ഭരതനാട്യം അവതരണത്തിലായിരുന്നു ഇതുവരെ റെക്കോർഡ്. 8 മിനിറ്റ് നീണ്ട റെക്കോർഡ് ഭരതനാട്യം മന്ത്രി സജി ചെറിയാനാണ് ഉദ്ഘാടനം ചെയ്തത്. ഗോകുൽ ഗോപകുമാറും സംഘവും ഗാനങ്ങൾ അവതരിപ്പിച്ചു. കേരളത്തിന് പുറമെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഗൾഫ് രാജ്യങ്ങൾ, അമേരിക്ക, ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നും നർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു. കല്യാൺ സിക്സിന്റെ നെയ്ത്ത് ഗ്രാമങ്ങളിൽ ഡിസൈൻ ചെയ്ത നീല നിറത്തിലുള്ള ആർട്ട് സിൽക്ക് സാരി അണിഞ്ഞാണ് നർത്തകർ ചുവട് വെച്ചത്.